പ്രിയ ദൈവജനമേ, സുവിശേഷം ദൈവശക്തി. ഇന്ന് ദിവസം 30. ഇന്നത്തെ വായനയുടെ ഭാഗങ്ങൾ യോഹന്നാൻ്റെ സുവിശേഷം 20 21 അധ്യായങ്ങൾ. ഇന്നത്തെ വായനയോടുകൂടി 4 സുവിശേഷങ്ങളും നമ്മൾ ഒരുമിച്ച് 30 ദിവസം കൊണ്ട് വായിച്ച് ധ്യാനിച്ചു. ദൈവനാമം മഹത്വപ്പെടട്ടെ. വീണ്ടും ഇവ വായിച്ച് ധ്യാനിക്കുന്നതിന് ഇതിൻ്റെ പ്ലേലിസ്റ്റ് ലഭ്യമാണ്. കൂടാതെ സുവിശേഷം പങ്കുവെച്ച് കർത്താവിലേക്ക് തിരിയുവാനും നമ്മുടെ ചുറ്റുമുള്ള സഹോദരങ്ങളെ സാത്താൻ്റെ പിടിയിൽ നിന്നും വിമോചിപ്പിച്ച് ക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിക്കുവാനും ഈ സുവിശേഷം ദൈവശക്തി എന്ന പോഡ്കാസ്റ്റ് നിങ്ങൾക്ക് പങ്കുവയ്ക്കാവുന്നതാണ്. കർത്താവിനെ ചെറുതും വലുതുമായ വഴികളിലൂടെ പങ്കുവെച്ച് നിങ്ങളും പ്രേക്ഷിതരാകുവിൻ. കാരണം അതാണ് കർത്താവിൻ്റെ ആഹ്വാനവും. പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ വന്നു നിറയണമേ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 20. ശൂന്യമായ കല്ലറ. ആഴ്ചയുടെ 1-ാം ദിവസം അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ മഗ്ദലേന മറിയം ശവകുടീരത്തിൻ്റെ സമീപത്തേക്ക് വന്നു. ശവകുടീരത്തിൻ്റെ കല്ല് മാറ്റപ്പെട്ടിരിക്കുന്നതായി അവൾ കണ്ടു. അവൾ ഉടനെ ഓടി ശിമയോൻ പത്രോസിൻ്റെയും യേശു സ്നേഹിച്ചിരുന്ന മറ്റേ ശിഷ്യൻ്റെയും അടുത്തെത്തി പറഞ്ഞു, കർത്താവിനെ അവർ കല്ലറയിൽ നിന്ന് മാറ്റിയിരിക്കും. എന്നാൽ അവനെ അവർ എവിടെ വെച്ചുവെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ. പത്രോസ് ഉടനെ മറ്റേ ശിഷ്യന്മാരോട് കൂടെ കല്ലറയുടെ അടുത്തേക്ക് പോയി. അവർ ഇരുവരും ഒരുമിച്ച് ഓടി. എന്നാൽ മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ കൂടുതൽ വേഗം ഓടി ആദ്യം കല്ലറയുടെ അടുത്തെത്തി. കുനിഞ്ഞു നോക്കിയപ്പോൾ കച്ച കിടക്കുന്നത് അവൻ കണ്ടു. എങ്കിലും അവൻ അകത്ത് പ്രവേശിച്ചില്ല. അവൻ്റെ പിന്നാലെ വന്ന ശിമയോൻ പത്രോസ് കല്ലറയിൽ പ്രവേശിച്ചു. കച്ച അവിടെ കിടക്കുന്നതും തലയിൽ കെട്ടിയിരിക്കുന്നത് തുവാല കച്ചയോടുകൂടെ അല്ലാതെ തനിച്ച് ഒരിടത്ത് ചുരുട്ടി വച്ചിരിക്കുന്നതും അവൻ കണ്ടു. അപ്പോൾ കല്ലറയുടെ സമീപത്ത് ആദ്യമെത്തിയ മറ്റേ ശിഷ്യനും അകത്ത് പ്രവേശിച്ച് കണ്ട് വിശ്വസിച്ചു. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കേണ്ടിയിരിക്കുന്നു എന്ന തിരുവെഴുത്ത് അവർ അതുവരെ മനസ്സിലാക്കിയിരുന്നില്ല. അനന്തരം ശിഷ്യന്മാർ മടങ്ങിപ്പോയി. യേശു മഗ്ദലേന മറിയത്തിന് പ്രത്യക്ഷപ്പെടുന്നു. മറിയം കല്ലറയ്ക്ക് വെളിയിൽ കരഞ്ഞുകൊണ്ട് നിന്നു. അവൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുനിഞ്ഞ് കല്ലറയിലേക്ക് നോക്കി. വെള്ള വസ്ത്രം ധരിച്ച 2 ദൂതന്മാർ യേശുവിൻ്റെ ശരീരം വച്ചിരുന്നിടത്ത് ഒരുവൻ തലയ്ക്കലും ഇതരൻ കാൽക്കലുമായിരിക്കുന്നത് അവൾ കണ്ടു. അവർ അവളോട് ചോദിച്ചു, സ്ത്രീയെ, എന്തിനാണ് നീ കരയുന്നത്? അവൾ പറഞ്ഞു, എൻ്റെ കർത്താവിനെ അവർ എടുത്തുകൊണ്ട് പോയി. അവർ അവനെ എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇത് പറഞ്ഞിട്ട് പുറകോട്ട് തിരിഞ്ഞപ്പോൾ യേശു നിൽക്കുന്നത് അവൾ കണ്ടു. എന്നാൽ അത് യേശുവാണെന്ന് അവൾക്ക് മനസ്സിലായില്ല. യേശു അവളോട് ചോദിച്ചു, സ്ത്രീയെ, എന്തിനാണ് നീ കരയുന്നത്? നീ ആരെയാണ് അന്വേഷിക്കുന്നത്? അത് തോട്ടക്കാരനാണെന്ന് വിചാരിച്ച് അവൾ പറഞ്ഞു, പ്രഭു, അങ്ങ് അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ എവിടെ വെച്ചു എന്നോട് പറയുക, ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം. യേശു അവളെ വിളിച്ചു, മറിയം. അവൾ തിരിഞ്ഞ് റബ്ബോനി എന്ന് ഹെബ്രായ ഭാഷയിൽ വിളിച്ചു, ഗുരു എന്നർത്ഥം. യേശു പറഞ്ഞു, നീ എന്നെ തടഞ്ഞു നിർത്താതിരിക്കുക, എന്തെന്നാൽ ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് ഇതുവരെയും കയറിയിട്ടില്ല. നീ എൻ്റെ സഹോദരന്മാരുടെ അടുത്ത് ചെന്ന് അവരോട്, ഞാൻ എൻ്റെ പിതാവിൻ്റെയും നിങ്ങളുടെ പിതാവിൻ്റെയും എൻ്റെ ദൈവത്തിൻ്റെയും നിങ്ങളുടെ ദൈവത്തിൻ്റെയും അടുത്തേക്ക് ആരോഹണം ചെയ്യുന്നു എന്ന് പറയുക. മഗ്ദലേന മറിയം ചെന്ന്, ഞാൻ കർത്താവിനെ കണ്ടു എന്നും അവൻ ഇക്കാര്യങ്ങൾ തന്നോട് പറഞ്ഞു എന്നും ശിഷ്യന്മാരെ അറിയിച്ചു. ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നു. ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കതകടച്ചിരിക്കെ യേശു വന്ന് അവരുടെ മധ്യം നിന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ട ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവിനെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. തോമസിൻ്റെ സംശയം. 12 പേരിലൊരുവനും ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്നവനുമായ തോമസ് യേശു വന്നപ്പോൾ അവരോടുകൂടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മറ്റു ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. എന്നാൽ അവൻ പറഞ്ഞു, അവൻ്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരൽ ഇടുകയും അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈ വയ്ക്കുകയും ചെയ്യാതെ ഞാൻ വിശ്വസിക്കുകയില്ല. 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവൻ്റെ ശിഷ്യന്മാർ വീട്ടിലായിരുന്നപ്പോൾ തോമസും അവരോടുകൂടെ ഉണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിരുന്നു. യേശു വന്ന് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അവൻ തോമസിനോട് പറഞ്ഞു, നിൻ്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ കൈകൾ കാണുക. നിൻ്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. തോമസ് പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. യേശു അവനോട് പറഞ്ഞു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു. കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ.
ഈ ഗ്രന്ഥത്തിൽ എഴുതപ്പെടാത്ത മറ്റനേകം അടയാളങ്ങളും യേശു ശിഷ്യരുടെ സാന്നിധ്യത്തിൽ പ്രവർത്തിച്ചു. എന്നാൽ ഇവ തന്നെയും എഴുതപ്പെട്ടിരിക്കുന്നത് യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുക നിമിത്തം നിങ്ങൾക്ക് അവൻ്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകുന്നതിനും വേണ്ടിയാണ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 21. യേശു വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു. ഇതിനുശേഷം യേശു തിബെരിയാസ് കടൽ തീരത്ത് വെച്ച് ശിഷ്യന്മാർക്ക് വീണ്ടും തന്നെ വെളിപ്പെടുത്തി. അവൻ വെളിപ്പെടുത്തിയത് ഇപ്രകാരമാണ്: ശിമയോൻ പത്രോസ്, ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്ന തോമസ്, ഗലീലിയയിലെ കാനായിൽ നിന്നുള്ള നഥാനിയേൽ, സെബദിയുടെ പുത്രന്മാർ എന്നിവരും വേറെ 2 ശിഷ്യന്മാരും ഒരുമിച്ചിരിക്കുകയായിരുന്നു. ശിമയോൻ പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോകുകയാണ്. അവർ പറഞ്ഞു, ഞങ്ങളും നിന്നോടുകൂടെ വരുന്നു. അവർ പോയി വള്ളത്തിൽ കയറി. എന്നാൽ ആ രാത്രിയിൽ അവർക്കൊന്നും കിട്ടിയില്ല. ഉഷസ്സായപ്പോൾ യേശു കടൽക്കരയിൽ വന്നു നിന്നു. എന്നാൽ അത് യേശുവാണെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട് ചോദിച്ചു, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അടുക്കൽ മീൻ വല്ലതുമുണ്ടോ? ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. അവൻ പറഞ്ഞു, വള്ളത്തിൻ്റെ വലതുവശത്ത് വലയിടുക, അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. അവർ വലയിട്ടു. അപ്പോൾ വലയിലകപ്പെട്ട മത്സ്യത്തിൻ്റെ അധിക്യം നിമിത്തം അത് വലിച്ചു കയറ്റാൻ അവർക്ക് കഴിഞ്ഞില്ല. യേശു സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ പത്രോസിനോട് പറഞ്ഞു, അത് കർത്താവാണ്. അത് കർത്താവാണെന്ന് കേട്ടപ്പോൾ ശിമയോൻ പത്രോസ് താൻ നഗ്നനായിരുന്നതുകൊണ്ട് പുറംകുപ്പായം എടുത്ത് ധരിച്ച് കടലിലേക്ക് ചാടി. എന്നാൽ മറ്റു ശിഷ്യന്മാർ മീൻ നിറഞ്ഞ വലയും വലിച്ചുകൊണ്ട് വള്ളത്തിൽ തന്നെ വന്നു. അവർ കരയിൽ നിന്ന് ഏകദേശം 200 മുഴത്തിലധികം അകലെയല്ലായിരുന്നു. കരയ്ക്കിറങ്ങിയപ്പോൾ തീ കൂട്ടിയിരിക്കുന്നതും അതിൽ മീൻ വച്ചിരിക്കുന്നതും അപ്പവും അവർ കണ്ടു. യേശു പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ പിടിച്ച മത്സ്യത്തിൽ കുറേ കൊണ്ടുവരുവേൻ. ഉടനെ ശിമയോൻ പത്രോസ് വള്ളത്തിൽ കയറി വലിയ മത്സ്യങ്ങൾ കൊണ്ട് നിറഞ്ഞ വല വലിച്ച് കരയ്ക്ക് കയറ്റി. അതിൽ 153 മത്സ്യങ്ങളുണ്ടായിരുന്നു. ഇത്രയധികം ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല. യേശു പറഞ്ഞു, വന്ന് പ്രാതൽ കഴിക്കുവേൻ. ശിഷ്യന്മാരിലാരും അവനോട് നീ ആരാണ് എന്ന് ചോദിക്കാൻ മുതിർന്നില്ല. അത് കർത്താവാണെന്ന് അവർ അറിഞ്ഞിരുന്നു. യേശു വന്ന് അപ്പം എടുത്ത് അവർക്ക് കൊടുത്തു. അതുപോലെ തന്നെ മത്സ്യവും. യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ട ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നത് ഇത് 3-ാം പ്രാവശ്യമാണ്. പത്രോസ് അജപാലകൻ. അവരുടെ പ്രാതൽ കഴിഞ്ഞപ്പോൾ യേശു ശിമയോൻ പത്രോസിനോട് ചോദിച്ചു, യോഹന്നാൻ്റെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ പറഞ്ഞു, ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ. യേശു അവനോട് പറഞ്ഞു, എൻ്റെ ആടുകളെ മേയ്ക്കുക. 2-ാം പ്രാവശ്യം അവൻ ചോദിച്ചു, യോഹന്നാൻ്റെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ പറഞ്ഞു, ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നെന്ന് നീ അറിയുന്നുവല്ലോ. അവൻ പറഞ്ഞു, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. അവൻ 3-ാം പ്രാവശ്യം അവനോട് ചോദിച്ചു, യോഹന്നാൻ്റെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? തന്നോട് 3-ാം പ്രാവശ്യവും നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് അവൻ ചോദിച്ചതുകൊണ്ട് പത്രോസ് ദുഃഖിതനായി. അവൻ പറഞ്ഞു, കർത്താവേ, നീ എല്ലാം അറിയുന്നു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും നീ അറിയുന്നു. യേശു പറഞ്ഞു, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ചെറുപ്പമായിരുന്നപ്പോൾ നീ സ്വയം അരമുറുക്കുകയും ഇഷ്ടമുള്ളിടത്തേക്ക് പോവുകയും ചെയ്തിരുന്നു. എന്നാൽ പ്രായമാകുമ്പോൾ നീ നിൻ്റെ കൈകൾ നീട്ടുകയും മറ്റൊരുവൻ നിൻ്റെ അരമുറുക്കുകയും നീ ആഗ്രഹിക്കാത്തിടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും. ഇത് അവൻ പറഞ്ഞത് ഏതു വിധത്തിലുള്ള മരണത്താൽ പത്രോസ് ദൈവത്തെ മഹത്വപ്പെടുത്തും എന്ന് സൂചിപ്പിക്കാനാണ്. അതിനുശേഷം യേശു അവനോട്, എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. യേശുവും വത്സല ശിഷ്യനും. പത്രോസ് തിരിഞ്ഞു നോക്കിയപ്പോൾ യേശു സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ പിന്നാലെ വരുന്നത് കണ്ടു. ഇവനാണ് അത്താഴ സമയത്ത് യേശുവിൻ്റെ വക്ഷസിൽ ചാരിക്കിടന്നുകൊണ്ട്, കർത്താവെ, ആരാണ് നിന്നെ ഒറ്റിക്കൊടുക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചത്. അവനെ കണ്ടപ്പോൾ പത്രോസ് യേശുവിനോട് ചോദിച്ചു, കർത്താവെ, ഇവൻ്റെ കാര്യം എന്ത്? യേശു പറഞ്ഞു, ഞാൻ വരുന്നതുവരെ ഇവൻ ജീവിച്ചിരിക്കണമെന്നാണ് എൻ്റെ ഹിതമെങ്കിൽ നിനക്കെന്ത്? നീ എന്നെ അനുഗമിക്കുക. ആ ശിഷ്യൻ മരിക്കുകയില്ല എന്ന ഒരു സംസാരം സഹോദരരുടെ ഇടയിൽ പരന്നു. എന്നാൽ അവൻ മരിക്കുകയില്ല എന്നല്ല യേശു പറഞ്ഞത്. പ്രത്യുത, ഞാൻ വരുന്നതുവരെ അവൻ ജീവിച്ചിരിക്കണമെന്നാണ് എൻ്റെ ഹിതമെങ്കിൽ നിനക്കെന്ത് എന്നാണ്. ഈ ശിഷ്യൻ തന്നെയാണ് ഈ കാര്യങ്ങൾക്ക് സാക്ഷ്യം നൽകുന്നതും ഇവ എഴുതിയതും. അവൻ്റെ സാക്ഷ്യം സത്യമാണെന്ന് ഞങ്ങൾക്കറിയാം. യേശു ചെയ്ത മറ്റ് പല കാര്യങ്ങളുമുണ്ട്. അതെല്ലാം എഴുതിയിരുന്നെങ്കിൽ ആ ഗ്രന്ഥങ്ങൾ ഉൾക്കൊള്ളാൻ ലോകത്തിന് തന്നെ സാധിക്കാതെ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സുവിശേഷം ദൈവശക്തി എന്ന 30 ദിവസം നീണ്ടുനിന്ന വചനവായന വിചിന്തന ധ്യാനം ഇന്ന് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതിൻ്റെ തുടർച്ച എന്ന വണ്ണം നമ്മൾ അപ്പസ്തോല പ്രവർത്തനങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. പുതിയ പോഡ്കാസ്റ്റിൻ്റെ പേര് വചന സാക്ഷ്യം ആയിരിക്കും. ഇന്ന് വായിച്ചു കേട്ട യോഹന്നാൻ്റെ അവസാനത്തെ 2 അധ്യായങ്ങളെപ്പറ്റി നമുക്കൊരു നിമിഷം ധ്യാനിക്കാം. യോഹന്നാൻ 20-ാം അധ്യായത്തിൽ ക്രിസ്തുവിൻ്റെ ഉയർപ്പും തോമാസ് ലീഹായുടെ വിശ്വാസ പ്രഖ്യാപനവും നാം കാണുമ്പോൾ 21-ാം അധ്യായം തിബേരിയോസ് കടൽ തീരത്തെ പ്രഭാത ഭക്ഷണത്തിലൂടെ
പുനരുദ്ധാരണത്തിൻ്റെ പുതിയൊരു തലം നമുക്ക് കർത്താവ് വെളിപ്പെടുത്തി തരുന്നു. പാപത്തിന്മേലും മരണത്തിന്മേലും ക്രിസ്തു നേടിയ വിജയം കേവലമൊരു ചരിത്ര സംഭവമല്ല, മറിച്ച് ഇന്നും തളർന്നുപോയ ഓരോ വിശ്വാസിക്കും നിങ്ങൾക്കും എനിക്കും നൽകപ്പെടുന്ന പ്രത്യാശയുടെ സന്ദേശമാണ്. ആധുനിക ലോകത്ത് പരാജയഭീതിയിലും ശൂന്യതയിലും കഴിയുന്ന മനുഷ്യരോട് വലതുവശത്ത് വല വീശുക എന്ന് പറയുമ്പോൾ ദൈവഹിതത്തിന് അനുസൃതമായി പ്രവർത്തിക്കാൻ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നു. തോമാസ് ലീഹായുടെ സംശയത്തെ വിശ്വാസമാക്കി മാറ്റിയ ക്രിസ്തു അവിശ്വാസത്തിൻ്റെ ഇരുളിൽ കഴിയുന്ന ഇന്നത്തെ ലോകത്തിന് വെളിച്ചമായി മാറുന്നു. പത്രോസിനെ 3 തവണ ചോദ്യം ചെയ്ത് ശുശ്രൂഷാ ദൗത്യം ഏൽപ്പിച്ചത് നമ്മുടെ വീഴ്ചകൾക്കിടയിലും ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ വലിയ അടയാളമാണ്. സഭയുടെ കൂട്ടായ്മയിലും കുദാശകളിലും ഉത്ഥിതനായ ക്രിസ്തു ഇന്നും സജീവമായി സന്നിഹിതനാണെന്ന് ഈ അധ്യായങ്ങൾ നമ്മെ നിരന്തരം ഓർമ്മിപ്പിക്കട്ടെ. ജീവിതക്കടലിൽ വഴിമുട്ടി നിൽക്കുന്നവർക്ക് കർത്താവിൻ്റെ സാന്നിധ്യം വലിയ ആശ്വാസവും ശക്തിയുമായി മാറുന്നു. തൻ്റെ മക്കൾക്കായി തീരത്ത് കാത്തിരിക്കുന്ന ക്രിസ്തു നമ്മുടെ അനുദിന ജീവിതത്തിലെ ക്ലേശങ്ങളിൽ പങ്കുചേരുന്ന കരുണാമയനായ ദൈവമാണ്. അവിടുത്തെ സ്നേഹം അനുഭവിക്കുന്നവർക്ക് മാത്രമേ ലോകത്തിന് സ്നേഹത്തിൻ്റെ സാക്ഷികളാകാൻ സാധിക്കുകയുള്ളൂ എന്ന് ഈ വചനങ്ങൾ പഠിപ്പിക്കുന്നു. 4 സുവിശേഷ ഭാഗങ്ങളും ക്രിസ്തുവിൻ്റെ ഉയർപ്പിനെ പറ്റിയും അവിടുത്തെ സ്നേഹ സാന്നിധ്യത്തെപ്പറ്റിയും ഒരേ സ്വരത്തിൽ സാക്ഷ്യപ്പെടുത്തുന്നു. ഇത് സഭയുടെ വിശ്വാസത്തിൻ്റെ അടിത്തറയാണ്. കത്തോലിക്ക സഭയുടെ പഠനമനുസരിച്ച് ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനം പ്രത്യാശയുടെ ഉറവിടവും നമ്മുടെ പ്രത്യാശയുടെ പൂർത്തീകരണവുമാണ്. ശൂന്യമായ കല്ലറയും അവിടുത്തെ പ്രത്യക്ഷപ്പെടലുകളും ചരിത്രപരമായ സത്യങ്ങളാണെന്ന് 4 സുവിശേഷകന്മാരും ഒരുപോലെ ഉറപ്പിച്ചു പറയുന്നു. സഭയുടെ പ്രബോധനങ്ങളനുസരിച്ച് ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിനായി നാം ജാഗ്രതയോടെ ഒരുങ്ങിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ലോകത്തിലെ തിന്മകൾക്കും കഷ്ടപ്പാടുകൾക്കും അപ്പുറം നിത്യജീവൻ്റെ വാഗ്ദാനം ക്രിസ്തു നമുക്ക് നൽകുന്നു. വിശ്വാസികൾ എന്ന നിലയിൽ അവിടുത്തെ സ്നേഹത്തിൽ ആഴപ്പെടാനും സഭയുടെ ദൗത്യങ്ങളിൽ പങ്കാളികളാകാനും നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നു. അന്ത്യവിധിയിൽ നാം സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അളക്കപ്പെടുക എന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. പത്രോസിനോട് ചോദിച്ചതുപോലെ നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന കർത്താവിൻ്റെ ചോദ്യം ഓരോ വിശ്വാസിയുടെയും ഹൃദയത്തോട് ക്രിസ്തു ഇന്നും ചോദിച്ചുകൊണ്ടിരിക്കുന്നു. എന്നോടും നിങ്ങളോടും നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന്. ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ കാതൽ എന്നും സഭ നമ്മെ പഠിപ്പിക്കുന്നു. ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുന്നവർ കർത്താവിൻ്റെ സമാധാനവും കരുണയും മറ്റുള്ളവരിലേക്ക് പകരുന്നവരായി മാറണം. ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിനായുള്ള ഒരുക്കം കേവലം ഭയമല്ല, മറിച്ച് വളരെ സ്നേഹത്തോടെയുള്ള ഒരു കാത്തിരിപ്പാണ്. അവിടുന്ന് വീണ്ടും വരുമ്പോൾ നമ്മെ അവിടുത്തെ വലതുഭാഗത്ത് നിർത്തേണ്ടതിനായി വിശ്വാസത്തിൽ നാം വളരെ ശക്തമായി ഉറച്ചു നിൽക്കാൻ പരിശ്രമിക്കണം. വചന പാരായണത്തിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും പ്രാർത്ഥനയിലൂടെയും ആത്മീയമായ ഉണർവ് നിലനിർത്താൻ നാം സദാ ജാഗരൂകരായിരിക്കണം. സാത്താൻ ഏത് നിമിഷവും നമ്മെ ആക്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കാരണം അവന് ഇനി അധികം സമയമില്ല എന്നുള്ളത് അവന് തന്നെ അറിയാം. തോമാസ് ലീഹായെ പോലെ അദൃശ്യനായ ദൈവത്തിൽ വിശ്വസിക്കാനും പത്രോസിനെ പോലെ ക്രിസ്തുവിനായി ജീവിതം സമർപ്പിക്കാനും നമുക്ക് സാധിക്കണം. ലോകത്തിൻ്റെ പ്രലോഭനങ്ങളിൽ വീണു പോകാതെ കർത്താവിൻ്റെ വിളി കേൾക്കുവാനും അവിടുത്തെ ആടുകളെ മേയ്ക്കാനുമുള്ള ദൗത്യം നാം ഏറ്റെടുക്കണം. നമ്മുടെ പ്രവൃത്തികൾ ദൈവത്തിന് പ്രീതികരമാക്കാനും പാവപ്പെട്ടവരിൽ ക്രിസ്തുവിനെ ദർശിക്കാനും ഈ അന്ത്യകാല നമ്മുടെ ചുറ്റുമുള്ള വളരെ ദുഷ്കരമായ ഈ കാലഘട്ടത്തിൽ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം. ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവ് ഒരു പുതിയ ആകാശത്തിൻ്റെയും പുതിയ ഭൂമിയുടെയും തുടക്കമാണെന്ന് വിശ്വസിച്ച് പ്രത്യാശയോടെ നമുക്ക് ഒന്നു ചേർന്ന് മുന്നേറാം. ഓരോ നിമിഷവും കർത്താവിനെ സ്വീകരിക്കാൻ തക്കവിധം വിശുദ്ധിയിൽ വളരാൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്ക് തേടാം. നീതിമാന്മാരുടെ പുനരുദ്ധാനത്തിൽ പങ്കുചേരാൻ യോഗ്യരായി തീരാൻ അനുതാപത്തോടെ നമുക്ക് ജീവിതം ക്രമീകരിക്കാം. മാറാനാഥ, കർത്താവായ യേശുവേ വരണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് അവിടുത്തെ വരവിനായി കാത്തിരിക്കാം. നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ മഹത്തായ 2ാം വരവിനായി ഒരുങ്ങുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പ്രവൃത്തികളിൽ വ്യാപൃതരാകാം. സ്വാർത്ഥത പൂർണ്ണമായി വെടിഞ്ഞ് അഹങ്കാരം വെടിഞ്ഞ് മറ്റുള്ളവർക്കായി സേവനം ചെയ്യുവാനും പ്രാർത്ഥനയിൽ ഉണർന്നിരിക്കുവാനും കൂദാശകളിലൂടെ ക്രിസ്തുവുമായി സജീവമായി ബന്ധപ്പെടാനും നമുക്ക് തീരുമാനമെടുക്കാം. നമ്മുടെ അനുദിന ജീവിതത്തിലെ വളരെ ചെറുതായിട്ടുള്ള കാര്യങ്ങൾ പോലും ദൈവ മഹത്വത്തിനായി ചെയ്തുകൊണ്ട്
നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, ദാസിയെ എന്ന വിളി കേൾക്കാൻ യോഗ്യരായി നമുക്ക് സ്വയം സമർപ്പിക്കാം. സർവശക്തനായ ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും നിങ്ങളുടെ ജീവിതാവസ്ഥയും അവിടുത്തെ തിരുക്കുമാരൻ്റെ തിരുരക്തത്തിൽ കഴുകി പരിശുദ്ധാത്മാഭിഷേകത്താൽ നിറയ്ക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.